കുറച്ചു കാലം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞ റംസാൻ മാസത്തിന്റെ അന്ന് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ഒളിച്ചോടിയിരുന്നു. അതായത് പെൺകുട്ടി നോമ്പല്ലെടുത്ത് നിൽക്കുന്ന സമയമാണ്. അതുമാത്രവുമല്ല, മറ്റൊരു ഗൾഫുകാരനുമായിട്ട് വിവാഹമൊക്കെ നിശ്ചയിച്ച് അവന്റെ കയ്യിൽ നിന്ന് സൗജന്യമായിട്ടുള്ള മുട്ടായികളും കാര്യങ്ങളും ഫോണുകളും എല്ലാം വാങ്ങിയതിന് ശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടി അങ്ങ് ഒളിച്ചോടുകയാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല സുഖാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം വരുത്തുന്നത്, ജാതി വേണ്ട, മതം വേണ്ട, അല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, തട്ടത്തിൽ നിന്നും ഒരു മോചനം വേണം, അങ്ങനെയൊക്കെ പറയാനോ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അതിന് പ്രത്യേകിച്ച് തന്നെ വരുമാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പൈസയോ ഒന്നും വേണ്ടല്ലോ. വെറുതെ കിടന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ പോരെ. അതായത് കണ്ണൂർ ജില്ല മാറുന്നു, കണ്ണൂർ ജില്ലയിൽ നിന്നും മിശ്ര വിവാഹങ്ങൾ നടക്കുന്നു, അന്യമതസ്ഥന്റെ കൂടെ ഓടിപ്പോയിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് നല്ല സുഖമാണ്. പക്ഷേ സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമേ എല്ലാവർക്കും പ്രശ്നമുണ്ടാവുള്ളൂ. പറഞ്ഞു വരുന്നു അതൊന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ റംസാൻ മാസത്തില് കണ്ണൂർ ജില്ലയിലുള്ള 2 പേര് വന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിയായ ദിയ എന്ന് പറയുന്ന ആ ഒരു യുവതിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവും, ഇവര് 2 പേരും ഒളിച്ചോടിയതാണെന്നാണ് പറയുന്നത്. 2 ദിവസം മുമ്പാണ് ഇതിന്റെ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തു വന്നത്. അതായത് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ മദ്യപാനിയാണ്. ഇവൻ ബീറൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം നവോത്ഥാനമല്ലേ, അതായത് ഒരു മാറ്റം കൊണ്ടുവരണ്ടേ. പെണ്ണുങ്ങൾ ഇങ്ങനെ തട്ടവിട്ടിട്ട് ഇങ്ങനെ നടന്നാൽ മതിയാ? നമ്മളൊക്കെ ശരി തന്നെയാണ്, കല്യാണം കഴിച്ചു. ഏതായാലും നമുക്കൊരു കാര്യം, മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരണ്ടേ. അതിന് ഇവന്റെ മദ്യപാന സേന ഇവൻ വീട്ടിലേക്കാക്കി. അതായത് കൃത്യമായി പറഞ്ഞ ബെഡ്റൂമിൽ വെച്ചിട്ട് ബീർ കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറയുകയാണ്, നീയും ഒരു ഗ്ലാസ് അടിക്കേ. ഏതായാലും എന്ന് പറഞ്ഞാൽ തട്ടത്തുനിന്ന് മോചനമായിട്ട് വന്നതല്ലേ, അല്ലെങ്കിൽ എന്താ എല്ലാവരെയും വെറുപ്പിച്ചിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നീയും കൂടി അടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും പീഡനം തന്നെയായിരുന്നു. ഇപ്പോഴും തന്നെ കല്യാണം കഴിഞ്ഞത് മുതൽ അന്ന് കുറെ മുതലക്കണ്ണീരുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്തവരും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും, അച്ഛനും അമ്മയും ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ഒരാളെ പോലും ഈ പെൺകുട്ടി പിന്നെ കണ്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവനെ പോലെയുള്ള ഒരുത്തനെ, ഇത്രയും ഭയങ്കരമായിട്ട് വൃത്തികെട്ടവൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. ആ പെൺകുട്ടി അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് ഓടിയിട്ട് അതിന്റെ മാതാപിതാക്കളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, അതായത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇവിടെയുള്ള ചില ചാട്ടുളിയന്മാരുടെ വർത്താനം കേട്ടിട്ട് ഞാൻ പോയതാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അച്ഛന്റെയും അമ്മയുടെയും കാലിന് വീണു. ഏതായാലും അവര് പറഞ്ഞു ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ കേസൊക്കെ കൊടുത്തതിന് ശേഷം ഇവന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലെങ്ങാറ്റം കൊണ്ടുപോയി വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കാം നിങ്ങൾ, എന്തൊക്കെ ഇവിടെ പ്രഹസനങ്ങളായിരുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടെ. ഇങ്ങനെ വേണം, ഇങ്ങനെ മാറ്റങ്ങൾ വരണം.